എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വറുത്തരച്ച് ഒരു ചെറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒഴിച്ചേറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഞാൻ ചീനച്ചട്ടിക്കകത്തിട്ട് ഒരു അരമുറി തേങ്ങയും ഒരു 3 കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുമക്കെ വറുത്തെടുക്കണം. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ഇതായിട്ട് വറുത്തെടുക്കണ്ട, ഈ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതിയേ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളകാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകവും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് ആ പൊടിയുടെയും പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള കഷ്ണങ്ങൾ റെഡിയാക്കാം. നമ്മൾ ഇടിഞ്ചക്കയാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ക്യൂബ് പോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇടിഞ്ചക്ക എടുത്തിട്ട് അത് മൊത്തം എടുക്കുന്നില്ല, ഒരു 3/4 ഭാഗത്തോളം എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതേ രീതിയിൽ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇടിഞ്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് ഒറ്റ വിസിലടിപ്പിച്ചെടുക്കാവേ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സവോളയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ സവോള ഇട്ട് കൊടുത്ത് പച്ചമുളക് ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിഞ്ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മസാലക്കറി പോലത്തെ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇത് കോരിയിട്ടതിന് ശേഷം നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിലൊന്ന് വേവിച്ചിട്ട് വേണം നമ്മൾ കറി വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇടിഞ്ചക്ക വേവാതെ കിടക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ടാലും നല്ലതാണ് കേട്ടോ. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ചാറ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ഇടിഞ്ചക്കയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഒന്നുകൂടെ നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണ്. ഇനി കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഇടിഞ്ചക്കയെ. ഇടിഞ്ചക്ക ആയതുകൊണ്ട് വലിയ കൊഴുപ്പൊന്നും നമ്മുടെ കറിക്കില്ല, എന്നാലും സാരയില്ല, നല്ല ടേസ്റ്റാണ് കൂട്ടാൻ. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ വേണ്ടേ നമ്മൾ ഗരം മസാലപ്പൊടി വീട്ടിൽ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുകും കൂടെ താളിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില ഉണക്കമുളകും കൂടി ഇട്ട് മൂത്ത് വരുമ്പം നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇടിഞ്ചക്ക കൊണ്ട് തോരൻ മാത്രമല്ല, നമുക്കിതുപോലെ ഒഴിച്ചുകറിയായിട്ട് വറുത്തരച്ച കറിയും അതുപോലെ മസാലക്കറിയൊക്കെ ആയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമ്മുടെ കടുക് വറുത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഒന്ന് ഞാൻ ഇളക്കി കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ല കറിയാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.